ഹായ് വെൽക്കം ഓൾ. എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ ഫിസിക്സിൻ്റെ തെർമോഡൈനാമിക്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ നമ്മളിതാ നോക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാമല്ലേ തെർമോഡൈനാമിക്സ് എന്താണെന്ന്. എന്താ തെർമോഡൈനാമിക്സ് എന്താ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണല്ലേ. ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഫിസിക്സിന് പല ബ്രാഞ്ചുകളുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. പല ബ്രാഞ്ചുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ലൈറ്റിനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. എന്താ അത്? ഒപ്റ്റിക്സ് ആണല്ലേ. ഒപ്റ്റിക്സ് ആണ്. പിന്നെ വേറെ ഇതുണ്ട്, മോഷനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. എന്താ അത്? മെക്കാനിക്സ് ആണ് അല്ലേ. അപ്പോൾ എന്താ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. എന്തായിരിക്കും? ഹീറ്റിനെയും ടെമ്പറേച്ചറിനെയും പറ്റി നമ്മളെന്താ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് എന്തോന്ന്? തെർമോഡൈനാമിക്സ്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അതാ നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് എന്ത് തരത്തിലുള്ളതാണെന്ന് നോക്കാം. വേറൊന്നും അല്ലടാ, നിങ്ങൾ കേട്ട് കാണും മാക്രോ ഫിസിക്സും മൈക്രോ ഫിസിക്സ്, അല്ലെങ്കിൽ മാക്രോ സയൻസും മൈക്രോ സയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ മാക്രോ ഫിസിക്സ് അല്ലെങ്കിൽ മാക്രോ സയൻസ്? എന്താണ് മൈക്രോ ഫിസിക്സ് അല്ലെങ്കിൽ മൈക്രോ സയൻസ്? ഒന്നുമില്ല, പേര് പോലെ തന്നെയാണ്. മാക്രോ എന്ന് വെച്ചാൽ എന്താ? ഹോൾ ബോഡി മൊത്തത്തിൽ, ഒരു ബോഡി മൊത്തത്തിൽ എടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാക്രോ ഫിസിക്സ് അല്ലെങ്കിൽ മാക്രോ സയൻസ് എന്ന് വിളിക്കുന്നത്. മൈക്രോ എന്തായിരിക്കും? ചെറിയ ചെറിയ പാർട്ടിക്കിൾ. എൻ്റെ ശരീരം എടുക്കുക, നിങ്ങളുടെ ശരീരം എടുക്കുക, അതിൽ ഓരോ സെല്ല് അല്ലെ ഓരോ പാർട്ടിക്കിൾസ്, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് എന്തോന്ന്? മൈക്രോ സയൻസ് അഥവാ മൈക്രോ ഫിസിക്സ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഇതെന്തായിരിക്കും? ഇതെന്താ ഞാൻ പറഞ്ഞു, എന്താ? മാക്രോ ഫിസിക്സ് ആണ്. ഓക്കെ ആണാടാ? എന്തോന്നാണ്? മാക്രോ ഫിസിക്സ് ആണ്. ഓക്കെ ആണോ? ഇതാ നോക്കൂ, എന്താ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് കോൺസെപ്റ്റ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റും ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താ അത്? ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് എന്താ? ലൈറ്റുമായി ബന്ധപ്പെട്ട ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് എന്ത്? ഒപ്റ്റിക്സ്. അപ്പം പിന്നെന്താ ഞാൻ പറഞ്ഞത്? മെക്കാനിക്സ് പറഞ്ഞല്ലേ. മെക്കാനിക്സ് എന്താ? മോഷനുമായി ബന്ധപ്പെട്ട ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. അപ്പോൾ ഇതെന്താ? തെർമോഡൈനാമിക്സ് എന്താ? അതിനെപ്പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താ തെർമോഡൈനാമിക്സ്? ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് കോൺസെപ്റ്റ് ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റും ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട അതിൻ്റെ കോൺസെപ്റ്റിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് എന്തോന്ന്? തെർമോഡൈനാമിക്സ്. ഓക്കെ ആണാടാ? പിന്നെ അതെന്ത് സയൻസാ? ഇറ്റ് ഈസ് എ മാക്രോസ്കോപ്പിക് സയൻസ്. എന്തോന്നാണ്? മാക്രോസ്കോപ്പിക് സയൻസ് ആണ്. എന്തോന്നാണ്ട്രാ? മാക്രോസ്കോപ്പിക് സയൻസ് ആണ്. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് പൊതുവെ ചോദിക്കുന്നതാണ്. തെർമോഡൈനാമിക്സ് എന്താണ്? മാക്രോ സയൻസ് ആണോ മൈക്രോ സയൻസ് ആണോ ചോദിക്കുന്നതാണ്. പൊതുവെ ഇത്രയും കാലം ചോദിച്ചിട്ടുണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്നതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്താ തെർമോഡൈനാമിക്സ്? എന്താ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് എ മൈക്രോസ്കോപ്പിക് സയൻസ്. ഓക്കെ ആണല്ലോടാ? അടുത്തതിലോട്ട് പോവാം. അപ്പോൾ ദാ ഇവിടെ നോക്കി, ഒരു ചെറിയൊരു ഫിഗർ ഉണ്ട്. ഇതാ നിങ്ങളൊന്ന് നോക്കിയാടാ. എന്താ ആ ഫിഗർ? ഹീറ്റും കോൾഡും, ഹോട്ടും കോൾഡും അല്ലേ. ഹോട്ടും കോൾഡും അതിൽ ഹീറ്റ് ഫ്ലോയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. എന്തോന്നാണ്ടാ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. നിങ്ങൾ കേട്ട് കാണുമോ അല്ലേ? എന്താ ഇക്വിലിബ്രിയം? എന്താ ഇക്വിലിബ്രിയം? എന്താ? നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. എന്താ? രണ്ട് കാര്യങ്ങൾ ഈക്വലായിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം? ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ അതിന് 3 കണ്ടീഷനുണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ? നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കി. എന്തൊക്കെയാണത്? അതെന്തിലൊക്കെ ആയിരിക്കണോടാ? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. എന്തിലായിരിക്കണം? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. എന്തൊക്കെയാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ആരായിരിക്കണം? വെറുതെ ആരെങ്കിലും ആയാൽ മതിയോ? അല്ല. ആര്? സിസ്റ്റം. എന്തായിരിക്കണം? സിസ്റ്റം. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, എന്ത് ഇക്വിലിബ്രിയമാണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവണം. അതിൻ്റെ സാഹചര്യങ്ങൾ എന്താ? 3 സാഹചര്യങ്ങളുണ്ട്, 3 കണ്ടീഷനുണ്ട്. അത് പഠിക്കുക. ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവാൻ 3 കണ്ടീഷനുണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഓക്കെ ആണാടാ? ഇനി നമുക്ക് നോക്കാം എന്താണ് തെർമൽ ഇക്വിലിബ്രിയം. പേരിൽ തന്നെ ഉണ്ട് തെർമൽ. എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ ആണ്? തെർമൽ എന്ന് വെച്ചാൽ എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പം കെമിക്കൽ എന്തായിരിക്കും? പേര് പോലെ തന്നെയാണ്. കെമിക്കൽ കോമ്പോസിഷൻ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം? എന്താണ് പേര് പോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷൻ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. മെക്കാനിക്കൽ അതും പേര് പോലെ തന്നെയാണ്. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, മോഷൻ അല്ല. എന്താ?
പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണോടാ? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. എളുപ്പത്തിന് പറഞ്ഞുതരാം, നോക്കൂ. എന്തൊക്കെ കോൺസ്റ്റന്റ് വേണം? ടെമ്പറേച്ചർ, പിന്നെന്താ? കെമിക്കൽ, ഓക്കെ ആണ്. അടുത്ത എന്താ? പ്രഷർ, ഓക്കെ ആണ്. TCP എന്തൊക്കെ വേണം? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, കെമിക്കൽ കോമ്പോസിഷൻ കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ്, ഓക്കെ ആണാടാ. ഇത് മൂന്നും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ ആണാടാ. ഇത് മൂന്നും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ ആണ്. നോക്കൂ, അടുത്ത നമ്മളൊരു കാര്യം നോക്കാൻ പോവുകയാണ്. എന്താണ് സിസ്റ്റം എന്നറിയണ്ടേ? നമ്മൾ പറഞ്ഞു തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താ? ഒരു സിസ്റ്റം 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ആ സിസ്റ്റം എന്താണെന്ന് നമുക്കറിയണ്ടേ? എന്താണ് സിസ്റ്റം എന്ന് അറിഞ്ഞാലല്ലേ നമുക്കതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന എന്താണ് സിസ്റ്റം എന്ന്. എ സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഒബ്സർവേഷൻ. ഒബ്സർവേഷനിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ യൂണിവേഴ്സിൻ്റെ ഏതൊരു പാർട്ടിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിസ്റ്റം എന്ന് വിളിക്കാം. എക്സാമ്പിൾ എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എന്നെ കാണുകയാണ് അല്ലേ? എന്നെ ഒബ്സർവ് ചെയ്യുകയാണ് നിങ്ങൾ നോക്കുന്ന ഞാൻ, എന്നെ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് ഞാനാണ് ഇവിടുത്തെ എന്തോന്ന്? സിസ്റ്റം. ഓക്കെ ആണാടാ. നിങ്ങൾ എന്നെ ഒബ്സർവ് ചെയ്യുന്നു, നിങ്ങൾ എന്നെയാണ് കണക്കിലെടുക്കുന്നത്, നിങ്ങൾ സ്ക്രീനിനെയാണ് കണക്കിലെടുക്കുന്നത്. അപ്പോൾ അതെന്താവും? ഞാൻ അവിടുത്തെ സിസ്റ്റമാവും. സ്ക്രീൻ എന്താവും? അവിടുത്തെ സിസ്റ്റമാവും. നിങ്ങൾ ഈ നോക്കുന്ന സ്ക്രീൻ മൊബൈലോ കമ്പ്യൂട്ടറോ ലാപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അത് നിങ്ങൾ എവിടെയാണോ നോക്കുന്നത് അത് ഇരിക്കുന്ന ഒരു സ്ഥലമില്ലടാ, അതിനെ നമ്മൾ സറൗണ്ടിങ് എന്ന് വിളിക്കും. ഓക്കെ ആണ്. സിസ്റ്റത്തിന് ചുറ്റുമുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? സറൗണ്ടിങ് എന്ന് വിളിക്കും. ഞാൻ ഇവിടെ നിൽക്കുന്നു, ഓക്കെ, ഞാൻ നിങ്ങളെ നോക്കുകയാണ്, ഞാനിപ്പം ക്യാമറയിൽ നോക്കുകയാണ്. ക്യാമറയാണ് എൻ്റെ എന്ത്? സിസ്റ്റം. ഞാൻ കണക്കിലെടുക്കുന്ന ക്യാമറയാണല്ലേ, അതാണ് സിസ്റ്റം. ക്യാമറ ഇരിക്കുന്ന ഈ റൂം എന്താടാ? അത് സറൗണ്ടിങ് ആണ്. ഇതെല്ലാം എന്തിൻ്റെ പാർട്ടാണ്? നമ്മുടെ ഇവിടെ യൂണിവേഴ്സിൻ്റെ പാർട്ടാണ്. ഓക്കെ ആണാടാ. എന്തിൻ്റെ പാർട്ടാണ്? യൂണിവേഴ്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ എന്താ? യൂണിവേഴ്സിൻ്റെ പാർട്ട്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന യൂണിവേഴ്സിൻ്റെ പാർട്ടിനെ എന്തെന്ന് വിളിക്കും? സിസ്റ്റം എന്ന് വിളിക്കും. ആ സിസ്റ്റം ചുറ്റിയിരിക്കുന്നതിനെ നമ്മൾ സറൗണ്ടിങ് എന്ന് വിളിക്കും. ഇതെല്ലാം എവിടെ ഉള്ളതാണ്? എന്തിൻ്റെ ഭാഗമാണ്? യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. എന്തിൻ്റെ ഭാഗമാണ്? യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. ഇനി നോക്കൂ, 3 തരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ഓക്കെ, എന്തൊക്കെ സിസ്റ്റമാണ്? ഐസൊലേറ്റഡ് സിസ്റ്റം. എന്ത് സിസ്റ്റമാണ്? ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ ആണ്. അടുത്ത എന്താ? ക്ലോസ്ഡ് സിസ്റ്റം. എന്തോന്നാണ്? ക്ലോസ്ഡ് സിസ്റ്റം. പിന്നെ ഉള്ളത് ഓപ്പൺ സിസ്റ്റം. 3 തരത്തിലുള്ള സിസ്റ്റം. പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല. 3 തരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ്? ഐസൊലേറ്റഡ് സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, പിന്നെന്താ? ഓപ്പൺ സിസ്റ്റം. ഈ 3 പേരുകളും അറിഞ്ഞിരിക്കുക. ഓക്കെ ആണോടാ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സിസ്റ്റം എന്താ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഒബ്സർവേഷൻ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണെന്ന് പറഞ്ഞില്ലേടാ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം, ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ 3 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു ഇല്ലേടാ? അതിൽ ആദ്യത്തേത് എന്താ? അതാണ് നമുക്ക് പഠിക്കേണ്ടത്, മെയിനായിട്ട് വേണ്ടത് അതാണ്. എന്താണത്? തെർമൽ ഇക്വിലിബ്രിയം. എന്തോന്നാണ്ടാ? തെർമൽ ഇക്വിലിബ്രിയം. ഓക്കെ ആണ്. കേട്ടോ, 2 systems are said to be in thermal equilibrium if the temperature of 2 systems are equal. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ലടാ. സിമ്പിളാണ്. എന്താ? 2 സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് എപ്പോഴൊക്കെ നമുക്ക് പറയാൻ പറ്റും? ആ 2 സിസ്റ്റവും എന്തിലാവപ്പോഴാണ് പറഞ്ഞ 2 സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറും കോൺസ്റ്റൻറ്റോ ഈക്വലോ ആവുമ്പോൾ, കോൺസ്റ്റൻ്റ് എന്ന് പറയേണ്ട, ഈക്വൽ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണ്. 2 സിസ്റ്റവും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ എപ്പോഴും പറയും. ആ 2 സിസ്റ്റത്തിൻ്റെയും തെർമൽ തന്നെയാണ്, പേരിൽ തന്നെ ഉണ്ട്. എന്താ? ടെമ്പറേച്ചർ. ആ 2 സിസ്റ്റത്തിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുമ്പോൾ ആ 2 സിസ്റ്റവും എന്തിലായിരിക്കുമോടാ? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ ആണാടാ. ഇനി അടുത്തൊന്ന് വായിച്ചേടാ. ഡിപ്പെൻസ് ഓൺ സറൗണ്ടിങ് ആൻഡ് വാൾസ് ദാറ്റ് സെപ്പറേറ്റ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ ആണാടാ. വേറൊന്നുമില്ല, സിമ്പിളാണ്. ഇത് എപ്പോഴൊക്കെയാണ് നമ്മളിതാ ഈ ഫിഗർ നിങ്ങളൊന്ന് നോക്കിയതാ, ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയതാ, വേറൊന്നുമില്ലതാ. ഇവിടെ നിന്ന് ചൂടാണ്, ഇവിടെ ഹോട്ടാണ് അല്ലേ? അപ്പം ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്, അവിടെ നിന്ന് ഇങ്ങനെ ടെമ്പറേച്ചർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണാടാ. ടെമ്പറേച്ചർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ദാ ഇവിടെ നിന്ന് കോൾഡും എങ്ങോട്ട് വരികയാണ്, നടുക്കോട്ട് വരികയാണ്. ഈ ഒരു പോയിന്റിൽ ദാ ഈ ഒരു ഭാഗം എത്തുമ്പോൾ എന്ത് പറ്റോടാ, അവിടെ ടെമ്പറേച്ചർ ദാ ഇവിടെ 100 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ദാ 100 ഡിഗ്രി, ഇവിടെ എത്രയാണ് 100 ഡിഗ്രി. അപ്പോൾ ദാ ഇവിടെ ഞാൻ 0 ഡിഗ്രി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ടെമ്പറേച്ചർ ദാ കൂടുതൽ നിന്ന് കുറവിലോട്ട് വരുമല്ലേടാ. ദാ ഇവിടെയൊക്കെ 0 ആയിരിക്കുകയാണ്. ഇത് അടുത്തോട്ട് വന്നു ദാ ഈ അടുക്കത്തെ പോയിന്റ് ആവുമ്പോൾ എത്രയാവോടാ, ഇവിടെ 50 ആവും. അപ്പോൾ ദാ ഇവിടെ നിന്ന് 50 ഇങ്ങോട്ട് വന്നു. ഓക്കെയാണ്. വന്ന സമയത്ത് ഇവിടെ 50 ആയി. ഈ പാർട്ടും എന്തായടാ 50 ആയി. രണ്ട് പാർട്ടും എന്തായടാ 50 ആയി. 50 രണ്ടിടത്തെയും ടെമ്പറേച്ചർ തുല്യമായില്ലേ, ആയില്ലേടാ. അത് തെർമൽ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് പറഞ്ഞൂടെ, അത് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൂടെ. അപ്പം എന്താണ് തെർമൽ ഇക്വിലിബ്രിയം? രണ്ട് സിസ്റ്റങ്ങളുണ്ട്. ആ രണ്ട് സിസ്റ്റത്തിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. എന്തെന്ന് പറയാടാ, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. മനസ്സിലായ? സിമ്പിളല്ലേടാ. അപ്പം നമ്മൾ 3 സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. എന്തൊക്കെയാണ്? ഐസൊലേറ്റഡ് സിസ്റ്റം. ഏതൊക്കെയാണ്? ഐസൊലേറ്റഡ് സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, പിന്നെന്താ ഓപ്പൺ സിസ്റ്റം. ഓക്കെയാണ്. എന്താണ് സിസ്റ്റം? എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പാർട്ട് ഓഫ് യൂണിവേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെയാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞത് നമ്മളെന്താ പറഞ്ഞത്, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തെ പറ്റിയാണ് പറഞ്ഞത്. ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് ആ കണ്ടീഷനുകൾ? അത് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഓക്കെയാണ്. അതൊക്കെ എന്താ? ടെമ്പറേച്ചർ, കെമിക്കൽ കോമ്പോസിഷൻ, പിന്നെന്താ പ്രഷർ. ഈ 3 കാര്യം എന്തായിരിക്കണോടാ, ഈക്വൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ 3 ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു സിസ്റ്റം എന്തിലാവുള്ളൂടാ, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. അതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്? തെർമൽ ഇക്വിലിബ്രിയമാണ്. ഏതാടാ മെയിനായിട്ട് പഠിക്കാനുള്ളത്? തെർമൽ ഇക്വിലിബ്രിയമാണ്. ഓക്കെയാണ്. എന്താ തെർമൽ ഇക്വിലിബ്രിയം? രണ്ട് സിസ്റ്റങ്ങൾ ഇക്വിലിബ്രിയത്തിലാവുന്ന എപ്പോഴാണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാവുന്ന എപ്പോഴാണ്? അതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ തുല്യമാവുമ്പോൾ. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. അടുത്തതിലോട്ട് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? അതിൻ്റെ സറൗണ്ടിങ്ങുകളെ അനുസരിച്ചിരിക്കും അല്ലേ, ആ സിസ്റ്റത്തെയും സറൗണ്ടിങ്ങിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ ആ സാഹചര്യം എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ? ഡയാതെർമിക് വാളും അഡയബാറ്റിക് വാളും. വളരെ സിമ്പിളാണ്. പടത്തിൽ നോക്കി നമുക്ക് പഠിക്കാം, വേറൊന്നുമില്ല. ഈ ഫിഗറിൽ നോക്കിയടാ, ആദ്യത്തെ ഫിഗർ ഈ ഫിഗറിൽ നോക്കി. എന്താണിത്? ഇത് ഡയാതെർമിക് വാളാണ്. എന്തോന്നാണ്? ഡയാതെർമിക് വാളാണ്. ഇതിലെന്താ കാണിക്കുന്നത്? ഹോട്ട് കോൾഡ് ഉണ്ട്. ഇതിൻ്റെ നടുക്ക് എന്താ ഉള്ളത്? ഒരു വാളുണ്ടല്ലേ, ഒരു ചുവരുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ നിന്ന് കടന്ന് ഇങ്ങോട്ട് പോയി ഇല്ലേ, ടെമ്പറേച്ചർ പാസ് ചെയ്തു. ആരോ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്തങ്ങ് പോയി. ഇവിടെ നിന്ന് ടെമ്പറേച്ചറിനെ പാസ് ചെയ്യാൻ അലോ ചെയ്യുന്നത് എ വാൾ ദാറ്റ് അലൗസ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഇതൊരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹീറ്റിനെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ പാസ് ചെയ്യാൻ അലോ ചെയ്യുന്ന വാളിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡയാതെർമിക് വാൾ എന്ന് വിളിക്കും. ഹീറ്റ് അഥവാ ടെമ്പറേച്ചറിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്ന വാളിനെ നമ്മൾ എന്തെന്ന് വിളിക്കൂടാ? ഡയാതെർമിക് വാൾ എന്ന് വിളിക്കും. ഓക്കെ ആണോ? അനുവദിക്കാത്ത വാളിനെ എന്തെന്ന് വിളിക്കും? അഡയബാറ്റിക് വാൾ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കൂടാ? അഡയബാറ്റിക് വാൾ. ഓക്കെ ആണോ? എന്തെന്ന് വിളിക്കും? അഡയബാറ്റിക് വാൾ. ഇങ്ങോട്ട് നോക്കി വേറൊന്നുമില്ല. ഇത് രണ്ടും ഓരോ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഇത് സിസ്റ്റം എ, ഇത് സിസ്റ്റം ബി. എയിൽ നിന്ന് ബിയിലേക്ക് ടെമ്പറേച്ചറിനെ കടത്തിവിടുന്നത് ഡയാതെർമിക്കും, കടത്തിവിടാതെ ഇവിടെ നോക്കി ഇടിച്ചു തിരിച്ചു പോകുന്നുണ്ടല്ലേ, ഈ ഫിഗർ കണ്ടൂടെ, ഇടിച്ചു തിരിച്ചു പോവുകയാണ്. അതെന്താ? അഡയബാറ്റിക് വാളുമാണ്. ഓക്കെ ആണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം ഈ രണ്ട് ഇതേപോലുള്ള വാളുകളെ അനുസരിച്ചാണ് ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്ന് പറയുന്നത്. നമ്മൾ സറൗണ്ടിങ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സറൗണ്ടിങ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആ സറൗണ്ടിങ്സിൽ വരുന്നതാണ് വാൾ. നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട. നിങ്ങളൊരു നമ്മൾ പാചകം ചെയ്യുന്ന പാത്രങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്. പാത്രങ്ങൾ, അതപ്പം നമ്മൾ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. സ്റ്റൗവിൻ്റെ പുറത്ത് ഞാൻ വയ്ക്കുന്നു, ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഹീറ്റ് നമ്മൾ ചൂടാവുന്നതനുസരിച്ച് പാത്രത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആയി എവിടെ വരും? നമ്മൾ പിടിക്കുന്ന ഹാൻഡിൽ വരുമല്ലേ. അപ്പോൾ എൻ്റെ കൈ പൊള്ളും അല്ലേ.
അപ്പോൾ പകരം നമ്മൾ ഇവിടെ ഞാൻ വേറെ എന്ത് വയ്ക്കുകയാണ്, ഒരു പ്ലാസ്റ്റിക് ഹാൻഡിലാണ് വയ്ക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി? ഹീറ്റ് എൻ്റെ കൈ പൊള്ളൂ? ഇല്ല, ഹീറ്റ് പാസ് ചെയ്യത്തില്ല, ഹീറ്റ് കടത്തി വിടുന്നില്ല, ഹീറ്റ് പ്ലാസ്റ്റിക് അവിടെ കടത്തി വിടുന്നില്ല. അപ്പോൾ അതെന്ത് വാളാണ് അവിടെ? അഡയാബാറ്റിക് വാളാണ് അല്ലേ? ആ പ്ലാസ്റ്റിക് അവിടെ എന്ത് വാളാണ്? അഡയാബാറ്റിക് വാളാണ്. ആദ്യം എന്താ ചെയ്തത്? ഹീറ്റിനെ കടത്തി വിട്ടു. അപ്പോൾ അതെന്താണ്? ഡയാതെർമിക് വാളാണ്. ഹീറ്റിനെ കടത്തി വിടുന്നത് ഡയാതെർമിക്കും കടത്തി വിടാത്തത് അഡയാബാറ്റിക് വാളുമാണ്. ഓക്കെ ആണോടാ? സിമ്പിൾ അല്ലേ? ഏറ്റവും അവസാനം നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ നമ്മൾ പറഞ്ഞത്? ഏറ്റവും ആദ്യം പറഞ്ഞ എന്താ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു അല്ലേടാ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അതിൻ്റെ കണ്ടീഷനാണ്. നോക്കിയേ, വേറൊന്നുമില്ല. എന്താ? സിസ്റ്റം എയും ഉണ്ട്, സിസ്റ്റം ബിയും ഉണ്ട്. സിസ്റ്റം എയും ഉണ്ട്, സിസ്റ്റം ബിയും ഉണ്ട്. സിസ്റ്റം എ ഈക്വൽ ടു ബി, അതായത് സിസ്റ്റം എയിലെ കണ്ടീഷനും ബിയിലെ കണ്ടീഷനും തുല്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? എന്താ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം അല്ലേ? ആ സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാടാ പറഞ്ഞത്? എന്തൊക്കെയാ? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം അല്ലേ? ആ 3 കണ്ടീഷനുണ്ട്. ഇവിടെ നോക്കി ഞാൻ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അത്? പി ഓഫ് എ ആൻഡ് വി ഓഫ് എ, പ്രഷർ ആൻഡ് വോളിയം. പി എന്ന് പറയുന്ന പ്രഷറും വി എന്ന് പറയുന്ന വോളിയമാണ്. പി ഓഫ് എ ആൻഡ് വി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് ബി ആൻഡ് വി ഓഫ് ബി. എ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ പ്രഷറും വോളിയവും ബി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ പ്രഷറിനും വോളിയത്തിനും തുല്യമാണെങ്കിൽ അവിടെ എന്താണത്? എന്ത് തരത്തിലുള്ള ഇക്വിലിബ്രിയമാണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. തെർമോഡൈനാമിക്കിൻ്റെ ഭാഗമാണ്. ഇവിടെ ടെമ്പറേച്ചർ എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ടാണ് വരാത്തത്? അതിൻ്റെ കണ്ടീഷൻ നമുക്കിപ്പോൾ പഠിക്കും. കണ്ടീഷൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ ആദ്യം കുറച്ച് കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതെന്താ? ഇവിടുത്തെ പ്രഷർ ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു എന്താ? അപ്പുറത്തെ എൻ്റെ അടുത്ത സിസ്റ്റത്തിൻ്റെ പ്രഷർ ഇൻറ്റു വോളിയം. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. നമുക്ക് അഥവാ പ്രോബ്ലത്തിന് ചോദിക്കുന്നെങ്കിൽ നമുക്കിതൊന്ന് വേണം. ഓക്കെ, എന്താ? വേറൊന്നുമില്ല. രണ്ട് സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പ്രഷർ ഓഫ് എ ഇൻറ്റു എന്താ? വോളിയം ഓഫ് എ ഈക്വൽ ടു പ്രഷർ ഓഫ് ബി ഇൻറ്റു വോളിയം ഓഫ് ബി. ഓക്കെ, ആ കണ്ടീഷനാണ് ഇത്. ജസ്റ്റ് ഒരു കണ്ടീഷനാണ് ഇത്. പരസ്പരം എന്താ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ കാര്യം ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. എന്തൊക്കെയാണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ രണ്ട് സിസ്റ്റം എയും സിസ്റ്റം ബിയും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എന്താ? പി ഓഫ് എ ഇൻറ്റു വി ഓഫ് എ ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു വി ഓഫ് ബി. അതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അത് പൊതുവെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പഠിക്കുന്നതാണ്. അത് നമുക്ക് ഇനി എന്തുകൊണ്ട് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റായി വരും നമ്മൾ ഇനി പഠിക്കും. ആ സാഹചര്യത്തിൽ ഞാൻ ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളിപ്പം ഇതൊന്നും അറിഞ്ഞു വെച്ചിരിക്കുക. രണ്ട് സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, എയും ബി എന്ന് പറഞ്ഞ സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പി ഓഫ് എ ഇൻറ്റു വി ഓഫ് എ ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു വി ഓഫ് ബി. ഓക്കെ ആണോ? അതിൽ പി എന്ന് പറയുന്ന പ്രഷറും ബി എന്ന് പറയുന്നത് വോളിയവുമാണ്. ഓക്കെ അല്ലേടാ? അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് 3 ലോ ആണ് തെർമോഡൈനാമിക്സിൽ പഠിക്കാനുള്ളത്. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. ഏറ്റവും പ്രധാനപ്പെട്ട 3 ലോകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. എന്താ? 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വായിച്ചു നോക്കിയാൽ സിമ്പിൾ അല്ലേ? എന്താ? 2 systems in thermal equilibrium with a third system separately are in thermal equilibrium with each other. ഓക്കെ ആണോ? വേറൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കി പടത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഇതാ നോക്കി, ആദ്യം ഞാൻ എയും ബിയും എടുക്കുകയാണ്. എയും ബിയും രണ്ട് സിസ്റ്റമാണ്. ഓക്കെ, എ എന്ന് പറയുന്ന സിസ്റ്റം, ബി എന്ന് പറയുന്ന സിസ്റ്റം. എ എന്ന് പറയുന്ന സിസ്റ്റം ബി എന്ന് പറയുന്ന സിസ്റ്റവുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. എ എന്തുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്? ബിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ ആണാടാ? അടുത്ത കണ്ടീഷൻ, എ സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ ആണ്? ആദ്യം എന്താ പറഞ്ഞത്? എ ബിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അടുത്തത് ആ എ തന്നെ സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ് നോക്കി, ഈ രണ്ട് സൈഡും എ ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ രണ്ട് സൈഡും തുല്യമായിരിക്കത്തില്ലേടാ? അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു സി എന്ന് എനിക്ക് ഇവിടെ എഴുതിക്കൂടെ? ആ കണ്ടീഷൻ എന്താ? വേറൊന്നുമില്ല. എ ബിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതേ എ തന്നെ സിയുമായിട്ടും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഏത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ബിയും സിയും എന്തിലായിരിക്കും? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? രണ്ട് സിസ്റ്റം, 2 systems. ഓക്കെ, 2 system ഏതൊക്കെയാ? എയും ബിയും. ഓക്കെ, 2 system ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഏതാ? തേർഡ് സിസ്റ്റം.
ഓക്കെയാണ്. അതായത് എയും ബിയും, എ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബി ആൻഡ് എ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി. അങ്ങനെയാണെങ്കിൽ ബിയും സിയും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ ആണടാ. 2 സിസ്റ്റം ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സെപ്പറേറ്റ്ലി എന്താ അത് പരസ്പരം എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് ആയിരിക്കും. ഓക്കെ ആണടാ. സിമ്പിളായിട്ട് ഇതാ നോക്കി, വേറെ ഒന്നുമില്ല. ഇതാ ഇവിടെ നോക്കി, എ എന്തിലാ? എ ബിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെയാണ്. എ ബിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എ തന്നെ ആരുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്? സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ 0th ലോ പ്രകാരം അല്ലെങ്കിൽ നമുക്കറിയാം എന്താ ബി സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അല്ലേടാ? ഇവിടെ നമുക്ക് വേറെ ഒന്നുമില്ല. എ ഈക്വൽ ടു ബി ആണ്, എ ഈക്വൽ ടു സിയു ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ബി ഈക്വൽ ടു സി വരൂലേ? അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? 2 സിസ്റ്റം. ഓക്കെ, 2 സിസ്റ്റം നമ്മൾ എടുക്കുകയാണ്. ഞാനിവിടെ എടുക്കുന്ന 2 സിസ്റ്റം ബിയും സിയും ആണെന്ന് വിചാരിച്ചു. ബിയും സിയും എന്നുള്ള 2 സിസ്റ്റം എടുക്കുകയാണ്. അതിൽ ബി എന്ന് പറയുന്ന സിസ്റ്റം എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, സിയും എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അല്ലെങ്കിൽ ബി ഈക്വൽ ടു എയും സി ഈക്വൽ ടു എയും ആണെങ്കിൽ ബി ഈക്വൽ ടു സി എന്ന് നമുക്ക് പറഞ്ഞൂടെ? അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? 0th ലോ വളരെ സിമ്പിളാണ്. വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോയുമാണ്. എന്താ പറയുന്നത്? 2 സിസ്റ്റംസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം. ഈ 2 സിസ്റ്റം ബിയും സിയും വിത്ത് തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇവ പരസ്പരം എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? വേറൊന്നുമില്ല. ബിയും സിയും എന്ന് പറയുന്ന 2 സിസ്റ്റം, അത് എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. ബിയും സിയും എന്ന് പറഞ്ഞ 2 സിസ്റ്റം ഉണ്ട്. അത് പരസ്പരം സെപ്പറേറ്റ്ലി ബി എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, സി എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ബിയും സിയും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. ബിയുടെ ടെമ്പറേച്ചർ 10. സ്വാഭാവികമായിട്ട് ഇത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയുടെ ടെമ്പറേച്ചർ എത്രയായിരിക്കണോടാ? 10 ആയിരിക്കണ്ടേ? സി എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുകയാണെങ്കിൽ എയുടെ 10 ആണെങ്കിൽ സിയുടെ എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ? സിയുടെ എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ബിയുടെയും സിയുടെയും തുല്യമായിട്ട് വരണ്ടേടാ? വേണം. ബിയുടെയും സിയുടെയും തുല്യമായിട്ട് വരണം. നമുക്ക് അറിയാവുന്നതാ. എത്രയാ? ബി സെപ്പറേറ്റ് എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, സി സെപ്പറേറ്റ് എയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ടെമ്പറേച്ചറും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബിയുടെയും സിയുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആയിട്ട് വരണ്ടേ? അപ്പോൾ അവരെന്താവും? തെർമൽ ഇക്വിലിബ്രിയത്തിലാവും. അത്രേ ഉള്ളൂ. ഓക്കെ ആണാടാ. അപ്പോൾ അടുത്ത പോർഷനിലോട്ട് നമുക്ക് കടക്കാം. അടുത്ത എന്താ? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ അറിഞ്ഞിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തോന്നാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ? ഇതാ നോക്കൂ, അത് മാക്രോസ്കോപ്പ്. നമ്മൾ ആദ്യം പറഞ്ഞു, എന്താ നമ്മൾ പറഞ്ഞത്? തെർമോഡൈനാമിക്സ് എന്താ? മാക്രോ സയൻസ് എന്നാണ് പറഞ്ഞത് അല്ലേ? മൈക്രോ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, എങ്ങും നമ്മൾ പറഞ്ഞിട്ടില്ല. മാക്രോസ്കോപ്പിക് ആണ്. ഓക്കെ ആണോ? മാക്രോസ്കോപ്പിക് സയൻസ് ആണ് തെർമോഡൈനാമിക്സ്. അപ്പം നോക്കോടാ, ദ മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റികൾ ഡിറ്റർമിനിങ് ദ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ? എങ്ങനെയാണോ നിലനിൽക്കുന്നത്. ഓക്കെ ആണോ? അപ്പം മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് ഡിറ്റർമിനിങ് ദ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഓക്കെ ആണോ? ഒരു സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് സ്റ്റേറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? ഒരു സിസ്റ്റം, ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന സിസ്റ്റം ഞാൻ എടുക്കുകയാണ്. ഓക്കെ ആണോ? എ എന്ന് പറയുന്ന സിസ്റ്റവും ബി എന്ന് പറയുന്ന സിസ്റ്റവും ഞാൻ എടുക്കുകയാണ്. ഓക്കെ ആണോ? എയും എടുക്കുന്നു, ബിയും എടുക്കുന്നു. 2 സിസ്റ്റങ്ങൾ എയും ബിയും എടുക്കുകയാണ്. ഓക്കെ ആണോ? എയും ബിയും നമുക്ക് എടുക്കാം. അപ്പം ഈ 2 സിസ്റ്റങ്ങളും എന്താ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് ഞാൻ പറയുകയാണ്. പരസ്പരം ആവണമെന്നില്ല, സെപ്പറേറ്റ് ആയാലും മതി. ഓക്കെ, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിനെ ആവാൻ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താ? മാറ്റം, കോൺസ്റ്റൻസ് അല്ലേ? മാറുന്നതാണ്. അതിന് മാറ്റത്തിനെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. മാറുന്നതിനെയൊക്കെ വേരിയബിൾസ് എന്ന് വിളിക്കും. കോൺസ്റ്റൻറ്റ് വേരിയബിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതാ നോക്കി, അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ അതിൻ്റെ സ്റ്റേറ്റിനെ സ്വാധീനിക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഒരു സിസ്റ്റം തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? പ്രഷർ P. ഓക്കെ ആണോ? പ്രഷർ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുത്തന്നെ എന്നെ തള്ളി
അല്ലെങ്കിൽ തലയ്ക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് പറ്റി? എൻ്റെ തലയിൽ ഒരാൾ ഒരു പ്രഷർ തന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സ്റ്റേറ്റ് അവിടെ നിന്ന് അങ്ങ് മാറി. അടുത്ത ടെമ്പറേച്ചർ, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തീയിടുന്ന കാര്യം അല്ലേ. ടെമ്പറേച്ചർ വന്നപ്പോൾ എന്ത് പറ്റി? സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം മാറി. അടുത്ത വോളിയം. ഓക്കെ ആണോ? ഇങ്ങനെ ഞാൻ നിൽക്കുന്നു, ഒരുപാട് ഞാൻ വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ രൂപമായിരിക്കില്ല എൻ്റെ, അല്ലേ? രൂപത്തിൽ മാറ്റം വരും അല്ലേ. അപ്പം വോളിയം വരുമ്പോഴും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരും. അടുത്തത് എന്താ? അടുത്തും അതേപോലെ തന്നെയാണ് മാസ്. എൻ്റെ മാസ് കൂടിയാലും എന്ത് പറ്റൂടാ? അവിടെ ഇക്വിലിബ്രിയം അല്ലാതാവും, ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരും. അടുത്തൊരു പ്രധാന ഘടകമുണ്ട്, ഇത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും, ഇൻറ്റേർണൽ എനർജി. നമ്മൾ എടുത്ത് തന്നെ പഠിക്കാനുണ്ട് നമുക്ക് ഇൻറ്റേർണൽ എനർജി. ഓക്കെ ആണോ? അപ്പം എന്താ സ്റ്റേറ്റ് വേരിയബിൾസ് എത്ര എണ്ണമാണുള്ളത്? 5 എണ്ണമാണുള്ളത്. തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എത്ര എണ്ണമാണ്? 5 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? പ്രഷർ P, ടെമ്പറേച്ചർ T, വോളിയം V, മാസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ M എന്ന് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. മാസിന് അങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പിന്നെന്താ? ഇൻറ്റേർണൽ എനർജി U. ഓക്കെ ആണോ അവിടെ? ഓക്കെ ആണോ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് എന്താ? വേറൊന്നുമില്ലടാ, വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കുക, നമ്മളിപ്പം ഒരു 5 എന്ത് പറഞ്ഞു? സ്റ്റേറ്റ് വേരിയബിൾസ് പറഞ്ഞു അല്ലേ. ആ സ്റ്റേറ്റ് വേരിയബിൾസ് ആയ 5 എണ്ണത്തിനെ നമുക്ക് 2ആയിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്നും പിന്നെ എന്തെന്ന് വിളിക്കും? ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? എക്സ്റ്റെൻസീവ് വേരിയബിൾസ് ആൻഡ് ഇൻറ്റൻസീവ് വേരിയബിൾസ്. വളരെ സിമ്പിളാണ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ, ഓക്കെ, ഞാനെന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ എൻ്റെ സൈസിനെ ബാധിക്കുന്ന, ആ സൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന വേരിയബിൾസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് വിളിക്കാം. എക്സ്റ്റേണലായിട്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഓക്കെ, അതായത് എന്താ? എൻ്റെ സൈസിനെ, ഒരു സിസ്റ്റം, ഞാനെന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്ന് വിളിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാസ് കൂടപ്പോൾ വണ്ണം വയ്ക്കുന്നു, വോളിയം കൂടപ്പോൾ വണ്ണം വയ്ക്കുന്നു. ഇൻറ്റേർണൽ എനർജി നമ്മൾ എന്താണെന്ന് പഠിക്കും. ആ ഇൻറ്റേർണൽ എനർജി എന്ത് തന്നെയാണ്? സൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഓക്കെ, സൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. അതാണ് എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോടാ? അങ്ങനെയാണെങ്കിൽ സൈസുമായി ഒരു ബന്ധവും ഇല്ലാത്ത, സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്ത, സൈസിനെ സ്വാധീനിക്കാത്ത, സൈസിനെ കാണിക്കാത്ത ഇങ്ങനെയുള്ള വേരിയബിൾസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് വിളിക്കും. ഓക്കെ ആണ്. സൈസിനെ കാണിക്കാത്തത്, ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് ഇൻറ്റൻസീവും, സൈസിനെ കാണിക്കുന്ന, എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, എൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് എന്താ? വോളിയം കൂടുന്നു, മാസ് കൂടുന്നു, ഇൻറ്റേർണൽ എനർജി കൂടുന്നു. സ്വാഭാവികമായിട്ട് എന്താ? എൻ്റെ സൈസിനെ അവിടെ കാണിക്കുകയാണ് അല്ലേ. ഞാനെന്താ? പെരുവി വന്നു അല്ലേ. പെരുവി വന്ന സമയത്ത് എൻ്റെ വോളിയം കൂടി, എൻ്റെ സൈസിന് അവിടെ മാറ്റം വന്നു, സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൽ മാറ്റം വന്നു ഇല്ലേടാ. അപ്പോൾ അതെന്താ? അങ്ങനെയുള്ളത് എന്താ? സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് എന്താ നമ്മൾ വിളിക്കും? എക്സ്റ്റെൻസീവ് എന്ന് വിളിക്കും. ഇനി അടുത്ത നോക്കിയേ, ഇൻറ്റൻസീവിൻ്റെ എക്സാമ്പിൾസ് നോക്കിയേ. എന്തൊക്കെയാ? പ്രഷറും ടെമ്പറേച്ചറും. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒരാൾ തട്ടി, തീയിട്ടു. അതൊക്കെ എന്താ? അതൊക്കെ എൻ്റെ സൈസിൽ എന്തെങ്കിലും മാറ്റം വരുന്നു? എൻ്റെ സ്റ്റേറ്റിൽ മാറ്റം വരുന്നുണ്ട്. എൻ്റെ സൈസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടാടാ? സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാ? ഇല്ല. സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് എന്തോന്നാണ്? ഇൻറ്റൻസീവ് വേരിയബിൾസ് ആണ്. എന്തോന്നാണ്? ഇൻറ്റൻസീവ് വേരിയബിൾ. സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതൊക്കെയാ? മാസ്, വോളിയം, ഇൻറ്റേർണൽ എനർജി. ഇതെന്തോന്നാണ്ടാ? എക്സ്റ്റെൻസീവ് വേരിയബിൾ ആണ്. ഓക്കെ ആണല്ലോ? അടുത്തതിലോട്ട് പോവാല്ലടാ. അടുത്തതാണ് ഞാൻ പറഞ്ഞു, നമ്മൾ ഇനി സെപ്പറേറ്റ് പഠിക്കുമെന്ന് പറഞ്ഞു. എന്താ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്? ഇൻറ്റേർണൽ എനർജി. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഇൻറ്റേർണൽ എനർജി എന്നറിയണം. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? ഫസ്റ്റ് ലോ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പം നമ്മളിപ്പോഴിതാ പഠിച്ചങ്ങ് പോവാണ്. എന്താ അതെന്താണ് ഇൻറ്റേർണൽ എനർജി? എന്താണ്? എന്ത് തരത്തിലുള്ള സ്റ്റേറ്റ് വേരിയബിൾ ആടാ? എന്താണ്? എക്സ്റ്റെൻസീവ് ആണോ ഇൻറ്റൻസീവ് ആണോ? എക്സ്റ്റെൻസീവ് ആണല്ലേ. അതായത് സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യും ഇല്ലേടാ. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്? എന്തോന്നാണ്ടാ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ ആണ്. അതെന്താണെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെയാണ്? ഇൻറ്റേർണൽ, ഉള്ളിലുള്ളത് അല്ലെ. ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ ഉള്ളിലുള്ളത്. എന്താണ് എൻ്റെ ഉള്ളിലുള്ളത്? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പറഞ്ഞത് മാക്രോസ്കോപ്പിക് ആണെന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും ഓക്കെ, എൻ്റെ ശരീരത്തിൽ സെല്ലുകളുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്, നമുക്ക് ചുറ്റും പാർട്ടിക്കിൾസൊക്കെ ഉണ്ട്. ആ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം ഒരു ആ സിസ്റ്റത്തിലുള്ള ഘടകങ്ങളുടെ എല്ലാം ടോട്ടൽ ഇൻറ്റേർണൽ എനർജിയാണ്. ഓക്കെ, അതായത് അതിനകത്തുള്ള ആ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻറ്റേർണൽ എനർജി എന്ന് വിളിക്കുന്നത്. അതായത് എൻ്റെ കാര്യം വെച്ച് തന്നെ നമുക്ക് പിന്നെയും പറയാം.
അതായത് എൻ്റെ ശരീരത്തിലുള്ള സെല്ലുകളുടെ എല്ലാം, സെല്ല് വെച്ചല്ലേ എന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, നമ്മളെല്ലാവരും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സെല്ലാണ് അല്ലേ, ആണ്. അപ്പം ആ സെല്ലുകളുടെ എല്ലാം എന്താ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നേടാ ഇന്റേണൽ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണാടാ, അത്രേ ഉള്ളൂ. ഒരു സിസ്റ്റത്തിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന മോളിക്യൂളുകളുടെ എന്താ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇന്റേണൽ എനർജി എന്ന് വിളിക്കുന്നത്. എന്താണത്? ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജീസ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ദ മോളിക്യൂൾസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ് എന്തോന്ന് എന്താ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അത് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഓക്കെ ആണ്. ഇനി പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മാക്രോസ്കോപ്പിയാണ്. എന്തോതാണ്ട മാക്രോസ്കോപ്പിയാണ്. നമ്മൾ പറഞ്ഞു ഇന്റേണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ മോളിക്യൂൾസിന്റെ കാര്യം വെച്ചാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇത് മാക്രോസ്കോപ്പിക് ആവും? അതാണ് അവിടുത്തെ കാര്യം. വേറൊന്നുമല്ല, നമ്മൾ പറയുമ്പോൾ എന്താ ഇന്റേണൽ എനർജി ഒരു മോളിക്യൂളിൻ്റെ വെച്ചാണോ നമ്മൾ പറയുന്നത്? അല്ല, ടോട്ടൽ സിസ്റ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. ഞാൻ മൊത്തത്തിലുള്ള കാര്യം, എൻ്റെ മൊത്തത്തിലുള്ള ഇന്റേണൽ എനർജിയാണ് പറയുന്നത്. അപ്പം മൊത്തത്തിലുള്ള എനർജി പറയുന്നത് കൊണ്ട് അതെന്തായി മാക്രോസ്കോപ്പിക്കായി. ഓരോന്നായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അതെന്തായേനെയായിരുന്നടാ മൈക്രോസ്കോപ്പിക്കായി. ഓക്കെ ആണോടാ? മനസ്സിലായല്ലോടാ? സിമ്പിളല്ലേ? ഇനി നോക്കിയടാ, ഇനി ഈ ഇന്റേണൽ എനർജിയെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം? ഇന്റേണൽ എനർജി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇതാ ഇങ്ങോട്ട് നോക്കിയടാ, എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇതാ നോക്കി, ശ്രദ്ധിക്കാൻ വേറൊന്നുമില്ല, ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ഡണ്ണും. വേറൊന്നുമില്ല, ഇങ്ങോട്ട് നോക്കി. അതായത് എൻ്റെ ബോഡി ടെമ്പറേച്ചറാണ് നമ്മൾ പറയുന്ന ഇന്റേണൽ എനർജി എന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ ബോഡി ടെമ്പറേച്ചറാണ് നമ്മളെ ഇന്റേണൽ എനർജി. എനിക്ക് പനി വരികയാണ്. പനി വരുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടും. ഇല്ലടാ, ടെമ്പറേച്ചർ കൂടും. അപ്പോൾ എന്താ പറ്റുന്നത്? അവിടെ എൻ്റെ ശരീരത്തിനകത്തുള്ള മോളിക്യൂൾസിനകത്തുള്ള എനർജി കൂടും അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്വാഭാവികം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനർജിയും കൂടും, ഹീറ്റ് എനർജിയും കൂടും അല്ലേ? അപ്പം ഞാൻ എന്താ അവിടെ എനിക്ക് പനി വരികയാണ്, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ കുളിച്ചിട്ട് വന്ന സമയത്ത് കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന ഒരാൾ വന്ന് എൻ്റെ കയ്യിൽ തൊടുകയാണ്. അപ്പോൾ അയാളുടെ ശരീരത്തിൽ ചൂടായിരിക്കും, കയ്യിൽ ചൂടും, എൻ്റെ കൈ തണുപ്പുമായിരിക്കും അല്ലേ? അപ്പം എൻ്റെ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ എൻ്റെ കൈയുടെ ഭാഗത്തുള്ള മോളിക്യൂൾസിൻ്റെ എനർജിയിൽ അവിടെ മാറ്റം വരുന്നുണ്ട് ഇല്ലേടാ? അപ്പം ഇന്റേണൽ എനർജി മാറുന്ന ആദ്യത്തെ ഘടകം എന്താടാ? ഹീറ്റ് ട്രാൻസ്ഫർ. എന്തോന്നാണ്ടാ? ഹീറ്റ് ട്രാൻസ്ഫർ. അടുത്ത എന്താ? വർക്ക് ഡൺ. ഇതും എന്നെ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, വേറെ ആരെ ആലോചിക്കേണ്ട, എന്നെ ആലോചിച്ചത്. എന്താ, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നു, എൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ, എൻ്റെ ഇന്റേണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ എണീക്കുകയാണോ, ഒരു 10 റൗണ്ട് ഗ്രൗണ്ടിന് ചുറ്റും ഞാൻ കിടന്ന് ഓടുകയാണ്. ഓക്കെ ആണോ? ഞാൻ കിടന്ന് ഓടുന്നു, വെറുതെ ഇങ്ങനെ കിടന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടുകയാണ്. അത്രയൊന്നും പറ്റൂല, എന്നാലും ഓടുകയാണ്. ഓക്കെ ആണ്. അപ്പം എന്ത് പറ്റും? എൻ്റെ ശരീരം, നിങ്ങൾ ഓടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓടിക്കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് തൊട്ട് നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചറിന് മാറ്റമുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഓടുമ്പോൾ ഞാനൊരു വർക്ക് ചെയ്യുകയാണല്ലേ, ഞാൻ മൂവ് ചെയ്യുകയാണ്, സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവിയൊക്കെ പറക്കാറുണ്ട്. അതെന്താ? ബോഡി ഹീറ്റ് ആവുന്നതാണ് അല്ലേ? ശരീരത്തിനകത്തുള്ള പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ആവുന്നുണ്ട്. എൻ്റെ ശരീരത്തിലുള്ള മസിലിലുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് സെല്ലെന്ന് തന്നെ പറയാം, ആ സെല്ല് എന്ത് ചെയ്യുകയാണ്? ഹീറ്റ് ആവുകയാണ്. ഹീറ്റ് ആവുന്ന സമയത്ത് അവിടെ ഇന്റേണൽ എനർജി കൂടത്തില്ലടാ? കൂടും. ഓക്കെ ആണോടാ? അപ്പോൾ ഇന്റേണൽ എനർജിയിൽ മാറ്റം വരുന്ന 2 സാഹചര്യങ്ങളാണ്, അതിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ്. എന്തൊക്കെ? ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ഡണ്ണും. ഓക്കെ ആണോടാ? ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ഡണ്ണും. ഓക്കെ ആണോ? അടുത്ത നോക്കിയടാ, അടുത്ത നമുക്ക് നോക്കാനുള്ള എന്താ? ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇന്റേണൽ എനർജി ഫ്രം ഹീറ്റ് ആൻഡ് വർക്ക്. ഇന്റേണൽ എനർജിയെ എങ്ങനെ ഹീറ്റിൽ നിന്നും വർക്കിൽ നിന്നും നമുക്ക് എന്താ വ്യത്യാസപ്പെടുത്തി പറയാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാം. ഓക്കെ, വ്യത്യാസം, അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താ? വേറൊന്നുമില്ല. എന്താ? ഹീറ്റും വർക്കും സ്റ്റേറ്റ് വേരിയബിൾസ് ആണോടാ? അല്ല, ഹീറ്റും വർക്കും എന്തല്ലടാ? സ്റ്റേറ്റ് വേരിയബിൾസ് അല്ല. നമ്മൾ പഠിച്ച സ്റ്റേറ്റ് വേരിയബിൾസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? അതിൽ എവിടെയെങ്കിലും നിങ്ങൾ ഹീറ്റും വർക്കും കണ്ടോ? ഇല്ല. പക്ഷേ ഇന്റേണൽ എനർജി എന്താ? ഒരു എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ ആണല്ലേ. ഇനി അടുത്ത നോക്കൂ, എന്താ? നമ്മളെ ഇന്റേണൽ എനർജിയെ മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ് എന്തോന്നൊക്കെ? ഹീറ്റും വർക്ക് ഡൺ. ഓക്കെ ആണോ? ഇപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് പരസ്പരം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം പറയാൻ പറ്റുക? എളുപ്പമല്ലേ? എന്താ? നമുക്ക് അറിയാം, ഹീറ്റും വർക്കും എന്തല്ലടാ? നോട്ട് സ്റ്റേറ്റ് വേരിയബിൾസ് അല്ല, അത് നമുക്കറിയാം അല്ലേ. പിന്നെ എന്താ? ഈ ഹീറ്റും വർക്കും എന്താ? അത് ഇന്റേണൽ എനർജി എന്ന് പറയുന്ന എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിളിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ മാത്രമാണ്.
ഓക്കെ ആണോ? ഇതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇത് പൊതുവെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹീറ്റും വർക്കും എന്താണോന്ന്, എന്താ സ്റ്റേറ്റ് വേരിയബിൾസ് ആണോന്ന്? ആണോ? അല്ല അല്ലേ? ഇത് സ്റ്റേറ്റ് വേരിയബിളായ, എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിളായ എന്താ ഇൻറ്റേർണൽ എനർജിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. ഓക്കെ ആണോ? മനസ്സിലായില്ലേടാ? അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഈക്വേഷൻസ് കണക്റ്റിംഗ് സ്റ്റേറ്റ് വേരിയബിൾസ്. സ്റ്റേറ്റ് വേരിയബിൾസ് നമ്മൾ കുറച്ചെണ്ണം പഠിച്ചില്ലേടാ? ആ സ്റ്റേറ്റ് വേരിയബിൾസിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണോടാ? എന്താണ് പഠിക്കാനുള്ളത്? ഒരു ഇക്വേഷനാണ്, വേറെ ഒന്നുമില്ല. ഐഡിയൽ ഗ്യാസ്. എന്താ ഐഡിയൽ ഗ്യാസ്? എന്താ ഐഡിയൽ ഗ്യാസ്? എന്താ? നിങ്ങൾ പല ഗ്യാസ് ലോസ് പഠിച്ചിട്ടുണ്ടല്ലേ? ഷോൾസ് ലോ, അങ്ങനെ പല ലോ പഠിച്ചിട്ടുണ്ടല്ലേ? ആ ലോ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്യാസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ആ ഐഡിയൽ ഗ്യാസിൻ്റെ സാഹചര്യം, ആ ഒരു ഐഡിയൽ ഗ്യാസ് ഞാൻ എടുക്കുകയാണ്. ആ ഒരു ഐഡിയൽ ഗ്യാസ് എടുക്കുമ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഇക്വേഷൻ വന്നു. എന്തായത്? PV=nRT. PV=nRT എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ വരികയാണ്. അവിടെ എന്താ ഈ കണ്ടീഷൻ്റെ പ്രത്യേകത? എന്താ? അതാ നോക്കിയേ. P പ്രഷർ, V വോളിയം, T ടെമ്പറേച്ചർ. മൂന്നും എന്താ? സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലേ? അല്ലേടാ? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ സ്റ്റേറ്റ് വേരിയബിൾ അല്ലേടാ? അതിലധികമായിട്ട് വരുന്ന 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നും ആറും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഇതാ ഇവിടെ നോക്കി, 1, 2, 3 ഈ 3 സ്റ്റേറ്റ് വേരിയബിളുകളെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് എന്താ? ഇക്വേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷനാണ് 3 സ്റ്റേറ്റ് വേരിയബിളുകളെയും എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നു. ഓക്കെ, എന്താ? PV=nRT. അതിലിതാ P എന്ന് പറയുന്നത് എന്താ? പ്രഷറാണ്. V എന്ന് പറഞ്ഞാൽ എന്താ? വോളിയമാണ്. N എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കേട്ടോ. N ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഓക്കെ, ഇല്ലാത്ത സാഹചര്യമുണ്ട്. കൂടുതലായിട്ട് അതെന്താ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, അതിപ്പം വേണ്ട. N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്താ? ഗ്യാഷ്യസ് കോൺസ്റ്റൻ്റ് ആണ്. R ഈസ് ഗ്യാഷ്യസ് കോൺസ്റ്റൻ്റ്. അതിൻ്റെ വില അറിഞ്ഞു വെച്ചിരിക്കുക. പ്രോബ്ലം ചെയ്യാനുണ്ട്. വില എത്രയാ? ആറിൻ്റെ വില എത്രയാ? 8.314 ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ഓക്കെ ആണ്? ജൂൾ പെർ മോൾ പെർ കെൽവിൻ. അപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? അതെ, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിൻ്റെ കാര്യത്തിലുള്ള നമ്മളെന്താ ഒരു ഇക്വേഷൻ എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്ന? പ്രഷറിനെയും വോളിയത്തെയും ടെമ്പറേച്ചറെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ 3 സ്റ്റേറ്റ് വേരിയബിളുകളെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്താ? PV=nRT. അതിൽ P എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷറാണ്. V എന്ന് പറഞ്ഞാൽ വോളിയമാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. R എന്താ? R ഗ്യാഷ്യസ് കോൺസ്റ്റൻ്റ് ആണ്. R എന്തോന്നാണ്? ഗ്യാഷ്യസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വില അറിയാലോ, 8.314 ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ഓക്കെ ആണോടാ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പം പഠിച്ച കുറച്ച് കാര്യങ്ങളെ വെച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്ന് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പോർഷനിൽ നിന്ന് 100% മാർക്ക് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. എ സിസ്റ്റം ഈസ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് ഈസ് ഇൻ. ഓപ്ഷൻ എന്തൊക്കെയാ? കെമിക്കൽ, മെക്കാനിക്കൽ ഫേസ് ആൻഡ് തെർമൽ ഇക്വിലിബ്രിയം. ഓൺലി തെർമൽ ഇക്വിലിബ്രിയം, ഓൺലി കെമിക്കൽ ഇക്വിലിബ്രിയം, ഓൺലി മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അറിയാം, നിങ്ങൾക്ക് അറിയാമല്ലേ? ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം? അത് കെമിക്കൽ ആയിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ആവണ്ടേടാ. അപ്പോൾ ഉത്തരം എന്താടാ ഉത്തരം? ഈ 3 ഒരുമിച്ചായാൽ മാത്രമേ എന്താകത്തുള്ളൂ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവത്തുള്ളൂ. ഓക്കെ ആണോടാ? അടുത്ത ചോദ്യം നോക്കാം. Which of the following is not required to attain a state of thermodynamic equilibrium? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് വേണ്ടാത്തത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവാൻ എന്താണ് വേണ്ടാത്തത്? ഏത് ഇക്വിലിബ്രിയമാണ് വേണ്ടാത്തത്? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആയിരിക്കണം, വേണ്ടേ? തെർമൽ ഇക്വിലിബ്രിയം ആയിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയം ആയിരിക്കണം. എന്താവണ്ട? ഇലക്ട്രിക്കൽ ഇക്വിലിബ്രിയം. അതിൻ്റെ ആവശ്യമില്ല. ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആവണമെന്ന് പറയാൻ ഇലക്ട്രിക് ഇക്വിലിബ്രിയത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം എന്താവശ്യമില്ലടാ? ഇലക്ട്രിക്കൽ ഇക്വിലിബ്രിയം ആവശ്യമില്ല. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Which is the branch of physics that deals with the concept of heat and temperature? വളരെ സിമ്പിൾ. ഞാൻ പറഞ്ഞ ആദ്യമേ ക്ലാസ് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ചോദ്യം വരും. വന്നു.
ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായിട്ട് പൊതുവേ ഒട്ടുമിക്ക എല്ലാ കോമ്പറ്റീഷനുകളിലും ഒരു ഫേസിലെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തായത്? ഇത് മാത്രമല്ല, ഏതാ നമുക്ക് ചോദിക്കാം, ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സയൻസ് പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കിത് അറിഞ്ഞിരിക്കണം. ബ്രാഞ്ച് ഓഫ് ഫിസിക്സും ബ്രാഞ്ച് ഓഫ് സയൻസും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതിലൊന്നാണിത്. എന്താ? ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഫിസിക്സിൻ്റെ ഏത് ബ്രാഞ്ചിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഏതാ? പറ. അത്രേ ഉള്ളൂ. എന്താ? തെർമോഡൈനാമിക്സ്. എന്തോന്നാണ്? തെർമോഡൈനാമിക്സ്. ഓക്കെ ആണാടാ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത പറഞ്ഞ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തെർമോഡൈനാമിക്. ഓക്കെ ആണോ? തെർമോഡൈനാമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണാടാ. അത് എന്താ? മൈക്രോസ്കോപ്പിക് സയൻസ് ആണാടാ? ആണ്? അല്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താ തെർമോഡൈനാമിക്സ് എന്താടാ? മാക്രോസ്കോപ്പിക് സയൻസ് ആണല്ലേ, മൈക്രോസ്കോപ്പിക് സയൻസ് അല്ല. അടുത്തത് സ്റ്റഡി ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ അല്ലേ? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് എന്താ? സ്റ്റഡി ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ശരിയാണ്. കൺസേൺഡ് വിത്ത് മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നത്? ശരിയാണ്. അടുത്ത എന്താ? ഡീൽസ് വിത്ത് കോൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലേ? നമുക്ക് ഓപ്ഷനിൽ തന്നെ അറിയാം, പേരിൽ തന്നെ ഉണ്ട് എന്താ? ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പം എന്തല്ലടാ? മൈക്രോസ്കോപ്പിക് അല്ല. ഓക്കെ ആണോ? മാക്രോസ്കോപ്പിക് ആണ് തെർമോഡൈനാമിക്സ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് വാൾ അലൗസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് എന്താ ഹീറ്റിനെ അലൗ ചെയ്യുന്നത് എന്തോന്നാണ്ട? എന്ത് തരത്തിലുള്ള വാളാണ് നമ്മൾ പഠിച്ചു? 2 തരത്തിലുള്ള വാളുകളാണ് നമ്മൾ പഠിച്ചത്. എന്താ? അഡയാബാറ്റിക്കും ഡയാതെർമിക്കും. അഡയാബാറ്റിക് എന്താ? അടഞ്ഞു കിടക്കുക അല്ലേ, അടച്ചു വച്ചിരിക്കുക. അത് തന്നെയാണ്. അവിടെ എന്ത് ചെയ്യത്തില്ല? അലൗ ചെയ്യുന്നില്ല ഹീറ്റിനെ. അഡയാബാറ്റിക് എന്ത് ചെയ്യുന്നില്ലടാ? അലൗ ചെയ്യുന്നില്ല. അപ്പോൾ അടുത്തെന്താ? ഐസോബാറിക് വാൾ. അത് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്, വേറൊന്നുമല്ല. പ്രഷർ കോൺസ്റ്റന്റ് ആക്കുന്ന വാളാണ് ഐസോബാറിക് വാൾ കേട്ടോ. അത് എടുത്ത് പഠിക്കാനായിട്ടില്ല, എന്നാലും അറിഞ്ഞു വെച്ചിരിക്കുക. ഐസോബാറിക് എന്ന് വെച്ചാൽ പ്രഷർ കോൺസ്റ്റന്റ്, പ്രഷറിനെ മാത്രം എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന വാളാണ് ഐസോബാറിക് വാൾ. അടുത്ത നമ്മൾ പഠിച്ചു എന്താ? ഡയാതെർമിക് വാൾ. എന്താടാ ഡയാതെർമിക് വാൾ? എന്താ? ഒരു വാള് ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെ അലൗ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാടാ? ഡയാതെർമിക് വാൾ എന്ന് വിളിക്കാം. അപ്പോൾ ഉത്തരം എന്താ? ഡയാതെർമിക് വാളാണ്. ഓക്കെ ആണ്. ഇൻസുലേറ്റിംഗ് വാൾ എന്തായിരിക്കും? അപ്പം എന്തായിരിക്കും ഇൻസുലേറ്റിംഗ് വാൾ? ഒരു തരത്തിലുള്ള ഹീറ്റിനെ നിലനിൽക്കാൻ പോലും സമ്മതിക്കാത്ത വാളുകളെ നമ്മൾ ഇൻസുലേറ്റിംഗ് വാളെന്ന് വിളിക്കും. എന്ന് ഇൻസുലേറ്റേഴ്സ് എന്താ? അനുവദിക്കില്ല. ഓക്കെ. ഈ ഇൻസുലേറ്റിംഗ് വാള് തന്നെയാണ് എന്തോന്ന്? അഡയാബാറ്റിക് വാൾ. രണ്ടിനും ഏകദേശം സെപ്പറേറ്റ് പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. ഇൻസുലേറ്റിംഗ് വാൾ തന്നെയാണ്. പക്ഷേ പ്രോപ്പർ ഇൻസുലേറ്റിംഗ് വാളുകൾ എന്ത് ചെയ്യത്തില്ല? ഒരു തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും അനുവദിക്കുന്നില്ല. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ദ 0th law of thermodynamics, what is true about 2 systems in thermal equilibrium? അപ്പം എന്താ പറയുന്നത്? 0th law പ്രകാരം 2 സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന 2 സിസ്റ്റങ്ങളെ പറ്റി ഈ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ശരി? ദേ ഹാവ് സെയിം പ്രഷർ ഓൺലി. ശരിയാണോടാ? അല്ല. ആണാ? തെർമലാണ്. ആണോടാ? പ്രഷറിനെ പറ്റി അവിടെ പറയേണ്ട ആവശ്യവുമില്ല അല്ലേ? നമുക്ക് പേരിൽ പോലെ തന്നെ അറിയാം. ദേ ഹാവ് സെയിം ടെമ്പറേച്ചർ ഓൺലി. ആയിരിക്കാം അല്ലേ? 2 സിസ്റ്റങ്ങൾക്ക് സെയിം ടെമ്പറേച്ചർ ആയിരിക്കാം. പക്ഷേ എല്ലാ ഓപ്ഷനും വായിച്ച് നോക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടുടനെ ടിക്കറ്റ് കൊണ്ട് പോകരുത്. നമ്മളടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? 0th law. എന്താ 0th law പറയുന്നത്? 2 സിസ്റ്റം ഉണ്ട്. ആ 2 സിസ്റ്റം മൂന്നാമത്തെ സിസ്റ്റവുമായിട്ട് എന്താ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, സെപ്പറേറ്റ് തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇവ പരസ്പരം എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും അല്ലേ? അതാണ് 0th law പറയുന്നത്. അത് മനസ്സിലുണ്ടായിരിക്കണം. അത് വെച്ച് വേണം ഓപ്ഷനുകൾ വായിക്കാം. അടുത്തെന്താ? സെയിം കെമിക്കൽ കോമ്പോസിഷൻ. തെർമലാണ്. കെമിക്കൽ കോമ്പോസിഷന്റെ ആവശ്യം പറയേണ്ടതായിട്ടുണ്ടോ? ഇല്ല. അടുത്തത് എന്താ? ദേ ഹാവ് ദ സെയിം ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു തേർഡ് സിസ്റ്റം. വന്നില്ലേ? 0th law വന്നില്ലേടാ? 0th law പ്രോപ്പർ ഡെഫിനിഷൻ തന്നെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇത് പറയുന്നത് എന്താ? പരസ്പരം 2 സിസ്റ്റം പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതെന്താ? സെയിം ടെമ്പറേച്ചർ ആയിരിക്കും. അത് നമുക്കറിയാം. പക്ഷേ ഇവിടെ എന്താ? അക്കോർഡിംഗ് ടു 0th law പ്രകാരം എന്ന് പറയുന്നുണ്ട്. അപ്പം മൂന്നാമത്തെ ഒരു സിസ്റ്റവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കണക്കിലെടുക്കണം. ദേ ഹാവ് ദ സെയിം ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു എ തേർഡ് സിസ്റ്റം. ഓക്കെ ആണോടാ?
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ? ഈ തന്നിരിക്കുന്നവയിൽ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ അല്ലാത്തത് ഏതെന്നാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രഷർ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ ആണോ? ആണ്. വോളിയം ആണ്. മാസ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് അങ്ങനെ ഒരു കാര്യമേ നമ്മൾ പറഞ്ഞില്ല അല്ലേ? അപ്പോൾ അതാണ് അല്ല. സ്പീഡ് ഓഫ് ലൈറ്റ് എന്തല്ല? ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ അല്ല. ഇനി പറഞ്ഞ ഈ മൂന്നെണ്ണം എന്ത് തരത്തിലുള്ള സ്റ്റേറ്റ് വേരിയബിളാണ്? എക്സ്റ്റെൻസീവ് ആണോ ഇൻറ്റൻസീവ് ആണോ? നമ്മൾ പഠിച്ചല്ലേ അതെന്താ? സൈസുമായിട്ട് ഒരു വസ്തുവിൻ്റെ സൈസിനെ അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എന്ത് തരത്തിലുള്ള സ്റ്റേറ്റ് വേരിയബിളാണ്? എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ മൂന്നെണ്ണം എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഇതിൽ ഏത് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ അല്ല? സ്പീഡ് ഓഫ് ലൈറ്റ് തെർമോഡൈനാമിക് വേരിയബിൾ അല്ല. ഓക്കെ അല്ലേടാ? അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് വേരിയബിൾ ഇൻഡിക്കേറ്റ്സ് ദ സൈസ് ഓഫ് എ സിസ്റ്റം സച്ച് എസ് വോളിയം ഓർ മാസ്? വോളിയം മാസ് ഒരു സിസ്റ്റത്തിൻ്റെ സൈസിനെ കാണിക്കുന്ന, ഞാൻ ഇപ്പം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് സൈസിനെ കാണിക്കുന്ന, വോളിയം മാസ് സൈസിനെ കാണിക്കുന്ന സ്റ്റേറ്റ് വേരിയബിൾ ഏതാടാ? ഇൻറ്റൻസീവ് ആണോ? അല്ല. സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വെറുതെ കൊടുത്തിട്ടുണ്ട്, ഇതാണോ? അല്ല. സ്പെസിഫിക് വേരിയബിൾ അങ്ങനെ ഒരു പേരെ നമ്മൾ പഠിച്ചില്ല, ആണോ? അല്ല. എന്താണ്? എക്സ്റ്റെൻസീവ് വേരിയബിൾ ആണ്. എന്തോന്നാണ്ടാ? എക്സ്റ്റെൻസീവ് വേരിയബിൾ. ഓക്കെ ആണല്ലോ? എന്തോന്നാണ്? എക്സ്റ്റെൻസീവ് വേരിയബിൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻറ്റൻസീവ് വേരിയബിൾ? കണ്ട, ഇൻറ്റൻസീവ് വേരിയബിളും എക്സ്റ്റെൻസീവ് വേരിയബിളും പഠിച്ചാൽ നമുക്ക് പറ ഈ ചോദ്യങ്ങൾ ചെയ്തു പോവാം. പറഞ്ഞേ, ഇതിലേതാ ഇൻറ്റൻസീവ് വേരിയബിൾ? ഏതാ ഇൻറ്റൻസീവ് വേരിയബിൾ? ഏതാ? വോളിയം, മാസ്, ഇന്റേണൽ എനർജി, ഇത് മൂന്നും എന്തോന്നാണ്? ഈ മൂന്നെണ്ണം എന്തോന്നാണ്ടാ? എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ അല്ലാത്ത എന്ത് മാത്രമേ ഉള്ളൂ? പ്രഷർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രഷർ എന്താ? ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഓക്കെ അല്ലേടാ? അടുത്തതിലോട്ട് പോവാം. വാട്ട് ഡസ് ദ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഡിപ്പെൻഡ് ഓൺ? ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ അറിഞ്ഞു വച്ചിരിക്കണം. എന്താ ഇന്റേണൽ എനർജി? ഒരു സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മളെ ഒരു സിസ്റ്റത്തിനകത്തുള്ള മോളിക്യൂളുകളുടെ എന്താണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ് എന്തോന്ന്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പം ടെമ്പറേച്ചറിനെ അടിസ്ഥാനമാക്കിയിരിക്കൂ? ഇല്ല. പ്രഷർ ഒൺലി എന്നുണ്ട് കേട്ടോ, ടെമ്പറേച്ചറിനെ അടിസ്ഥാനമാക്കും അല്ലേ? അത് നമ്മൾ പറഞ്ഞു. ഹീറ്റ് അല്ലെങ്കിൽ വർക്ക് ആണെന്ന് പറഞ്ഞു. ഓൺലി ടെമ്പറേച്ചർ അല്ല, ഓൺലി പ്രഷർ അല്ല, ഓൺലി വോളിയം അല്ല. എന്താ? ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അടിസ്ഥാനമാക്കിയിരിക്കും. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. What is the macroscopic quantity that determines the thermodynamic equilibrium state of a system and represents the force exerted by a gas per unit area on the walls of its container? ഒരു ഗ്യാസ് അതിൻ്റെ കണ്ടെയ്നർ നമ്മളെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ വാളുകളിൽ യൂണിറ്റ് ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോഴത്തന്നെ കിട്ടി. യൂണിറ്റ് ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സിന് ഒരു പേരുണ്ടെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൻ്റെ പേരെന്താ? അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പേരെന്താ? മാസാണോ? വോളിയമാണോ? ഇന്റേണൽ എനർജി ആണോ? അല്ല. എന്താ ഉത്തരം? എന്താ? പ്രഷറാണ്. പ്രഷർ അല്ലടാ, ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിൻ്റെ യൂണിറ്റ് ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സിനാണ് നമ്മളെന്ന് വിളിക്കുന്നത്, പ്രഷർ എന്ന് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, പ്രഷറാണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. When two systems are separated by a diathermic wall and reach thermal equilibrium, what can be said about their temperatures? എന്താ? രണ്ട് സിസ്റ്റം ഉണ്ട്. ഡയാതെർമിക് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത രണ്ട് സിസ്റ്റം ഉണ്ട്. അതെന്തായി? അത് തെർമൽ ഇക്വിലിബ്രിയം റീച്ച് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം റീച്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ രണ്ട് വസ്തുക്കളുടെയും ടെമ്പറേച്ചറിനെ പറ്റി നമുക്ക് എന്ത് പറയാടാ? പറഞ്ഞ്. അതിൻ്റെ എന്താ? ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആയിരിക്കും. ശരിയാണോ? അല്ല. ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആയിരിക്കുമോടാ? അല്ല, ഇക്വിലിബ്രിയം ആണല്ലേ. അടുത്തെന്താ? ദേ വിൽ ബിക്കം സീറോ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞു. സീറോ ആണോ എന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ ആവാം. പക്ഷെ അതല്ല, പ്രോപ്പറായിട്ടുള്ള ഉത്തരം വേണം കറക്റ്റായിട്ട് നമ്മൾ എഴുതാൻ അല്ലേ? എന്താ? ദേ വിൽ ബിക്കം നെഗറ്റീവ്. അങ്ങനെ ഒരു കാര്യമേ നമ്മൾ പറയുന്നില്ല. നെഗറ്റീവ് ആവാം, പക്ഷെ പ്രോപ്പർ ഉത്തരം ഇതിൽ തന്നെ ഉണ്ട്. ഏതാ? ദേ വിൽ ബിക്കം ഈക്വൽ അല്ലേ?
ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താവും? ടെമ്പറേച്ചേഴ്സ് ഈക്വൽ ആവും. ടെമ്പറേച്ചർ നെഗറ്റീവ് ആണ്, അവൻ രണ്ട് നെഗറ്റീവായി ഈക്വൽ ആവും, രണ്ട് സീറോ ആവും, രണ്ട് ഈക്വൽ ആവും. പക്ഷേ സീറോ ആയാലും നെഗറ്റീവ് ആയാലും അത് എന്ത് തന്നെ ആയിരിക്കണം? ആ സ്പെസിഫിക് ആയിട്ട് ഉത്തരം എന്ത് തന്നെ ആയിരിക്കണം? അത് ഈക്വൽ ആവണം. ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താവണം? അത് ഈക്വൽ ആവണം. ഓക്കെ ആണോടാ? ഇക്വിലിബ്രിയം ആണെങ്കിൽ അത് എന്താവണം? ഈക്വൽ ആവണം. ഓക്കെ അല്ലേ? ടെമ്പറേച്ചേഴ്സ് ബിക്കം ഈക്വൽ. അടുത്ത ചോദ്യം, which equation represents the state of an ideal gas and relates pressure, volume, temperature and number of moles? So സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാം. എന്താ? പ്രഷർ, വോളിയം, ടെമ്പറേച്ചറും N, P, V, T ഇതുമായി ബന്ധപ്പെട്ട ഇത് പരസ്പരം യോജിപ്പിക്കുന്ന എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഏതാ? E=mc² ആണോ? അല്ല, അതാ കിടപ്പുണ്ട്. എന്താ? PV = nRT. ഓക്കെ അല്ലേ? PV = nRT. അപ്പോൾ എന്താ, നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ ആണോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതിൻ്റെ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എക്സാം സെഷൻ ഇനി ശേഷം ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പം താങ്ക് യു.